ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ചില ഡിവൈസസിനെ പറ്റിയൊക്കെയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ AMI എന്ന് പറയുന്നത്, ദെൻ ഹോം ഏരിയ നെറ്റ്വർക്ക് HAN, നെയ്ബർഹുഡ് ഏരിയ നെറ്റ്വർക്ക് NAN, സെൻസർ ആൻഡ് ആക്ച്വൽ നെറ്റ്വർക്ക് SANET, പിന്നെ സ്മാർട്ട് സബ്സ്റ്റേഷൻ ഓട്ടോമേഷൻ. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് സബ്സ്റ്റേഷൻ ഓട്ടോമേഷൻ IEC 61850 ആൻഡ് ഫീഡർ ഓട്ടോമേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. എപ്പോഴും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ സബ്സ്റ്റേഷൻ ഓട്ടോമേഷനോ അല്ലെങ്കിൽ ഫീഡർ ഓട്ടോമേഷനോ പറ്റിയോ അതിലേതെങ്കിലും ഒന്ന് എപ്പോഴും നിങ്ങളെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നിങ്ങളെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് AMIനെ പറ്റി അല്ലെങ്കിൽ SANET, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SANETs എന്നുള്ളതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തിയറി പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നൗ ഇതിൽ AMI എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ദി അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ടെക്നോളജി വിത്ത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു അലോ two-way കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യൂട്ടിലിറ്റി ആൻഡ് കസ്റ്റമർ മീറ്റർ. അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ പവർ പ്രൊവൈഡേഴ്സ് ആണ്. അപ്പോൾ അവരും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു two-way കമ്മ്യൂണിക്കേഷൻ, രണ്ട് സൈഡിലേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്ന രീതിയിൽ ഉള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു മീറ്ററിംഗ് ടെക്നോളജി പ്ലസ് ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ അഡ്വാൻസ്ഡ് മീറ്റർ, അതായത് മീറ്റർ റീഡിങ്സിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മാർട്ട് മീറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് മീറ്റർ നെറ്റ്വർക്ക് ZigBee അല്ലെങ്കിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, GSM എന്ന് പറയുന്നത്, ബ്രോഡ്ബാൻഡ് ഓവർ പവർ ലൈൻ BPL എന്ന് പറയുന്നത്, നൗ ഇന്റർനെറ്റ് ഓർ ഇൻട്രാനെറ്റ് ഫെസിലിറ്റീസ്, വൈഫൈ. നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനൊക്കെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നൗ മീറ്റർ ഡാറ്റ കോൺസെൻട്രേഷൻ യൂണിറ്റ്, മീറ്റർ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, മീറ്റർ ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇൻ്റഗ്രേഷൻ ഓഫ് ദിസ് മീറ്റർ ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്ത് SCADA ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദിസ് MDMS. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, അതിലുള്ള ഏതൊക്കെ ഭാഗങ്ങളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പാർട്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒന്ന് കസ്റ്റമറിൻ്റെ ഡാറ്റ കളക്ഷൻസ് വേണ്ടി നമ്മൾ ഇലക്ട്രിക് മീറ്റർ അല്ലെങ്കിൽ മറ്റു ടൈപ്പ് ഓഫ് മീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വിത്ത് ദിസ് യൂട്ടിലിറ്റി. അപ്പോൾ ഇതാണ് കൺസ്യൂമറാണ് ഒരു അതിൻ്റെ ഒരു യൂണിറ്റ്, ഒരു പാർട്ടി എന്ന് പറയുന്നത്. മറ്റത് അതായത് അവരാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൺസ്യൂമർ സൈഡിലാണ്. ദെൻ യൂട്ടിലിറ്റി ഓർ തേർഡ് പാർട്ടി, ഡാറ്റ റിസപ്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ യൂട്ടിലിറ്റിയാണ്, പവർ പ്രൊവൈഡർ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പുതിയ ടെക്നോളജീസ് ഏതൊക്കെയാണോ നമ്മളിപ്പം പറഞ്ഞ BPL എന്ന് പറയുന്നത്, ബ്രോഡ്ബാൻഡ് സിസ്റ്റം ഫോർ ഓവർ, അല്ലെങ്കിൽ PLC എന്ന് പറഞ്ഞ നമുക്ക് പരിചയമുള്ള പല ടൈപ്പ് ഓഫ് പുതിയ സിസ്റ്റംസ് ഇത് തമ്മിലുള്ള ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നൗ അതിൻ്റെ AMIൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഒന്ന് നൈബർഹുഡ് ഏരിയ നെറ്റ്വർക്ക്, NAN എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ ഇൻ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റേഡിയൽ കമ്മ്യൂണിക്കേഷൻ ഓവർ അൺലൈസൻസ്ഡ് സ്പെക്ട്രം സച്ച് ആസ് 900 MHz. Now PLC is connecting the secondary of distribution transformer to the consumers. It is connected through PLC. Now സ്മാർട്ട് മീറ്റേഴ്സ് ആണ് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ കമ്പോണന്റ് ഏതാണ്. അപ്പം ഈ NAN എന്ന് പറയുന്നത് അതിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. നൗ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത് മീറ്റേഴ്സ് ആണ് സപ്പോർട്ട് എ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസ് ടു കണക്ട് ടു ദി NAN. ദിസ് ഇന്റർഫേസ് മേ ബി ഇന്റഗ്രേറ്റഡ് വിത്ത് ദി മീറ്റർ ഓർ അറ്റാച്ച്ഡ് ടു മീറ്റേഴ്സ് ഫ്രം ഡിഫറെന്റ് മീറ്റർ വെണ്ടർ മോഡൽസ്. അല്ല, ഇത് പല ഇതിൽ നിന്നും പല ഇന്റഗ്രേറ്റഡ് വിത്ത് ദിസ് മീറ്റേഴ്സ്, പല മീറ്റേഴ്സിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് വരാം. നൗ DCC എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ്, ഇതിൻ്റെ തന്നെ കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഡയറക്റ്റ് ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഇസ് ആൻ IRC റിലേറ്റഡ് സബ് പ്രോട്ടോകോൾ എനാബിളിംഗ്. അതായത് ഈ DCC എന്ന് പറയുന്നതിനെ പറ്റി പറയുന്നതാണ്. ഡയറക്റ്റ് ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് എന്ന് പറയുന്നത് DCC സ്ട്രക്ചർ എന്ന് പറയുന്നതിനെ പറ്റി പറയുകയാണ്. ടു ഇന്റർകണക്ട് IRC സെർവർ ഫോർ ഹാൻഡ് ഷേക്കിംഗ് ഇൻ ഓർഡർ ടു എക്സ്ചേഞ്ച് ഫയൽസ് ഓർ പെർഫോം നോൺ റിലേറ്റഡ് ചാർജ്. അവരുടെ ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നൗ മീറ്റർ ഡാറ്റ കൺട്രോളർ, കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത്, കളക്ടർ എന്ന് പറയുന്നത്. മീറ്റർ കോൺസെൻട്രേറ്റർ റെസ്പോൺസിബിൾ ഫോർ സപ്പോർട്ടിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി മീറ്റേഴ്സ് ഓവർ ദി NAN ടു കളക്ട് ദി പീരിയോഡിക് മെഷർമെന്റ്സ് ആൻഡ് അലാംസ് ജനറേറ്റഡ് അറ്റ് ദി മീറ്റേഴ്സ് ആസ് വെൽ ആസ് ടു സെൻഡ് കമാൻഡ്സ് സെൻഡ് ബൈ MDMs ടു ദി മീറ്റേഴ്സ് ആൻഡ് റിസീവ്. അതായത് ഇതിൽ നിന്നുള്ള ഡാറ്റയെ കളക്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇത് മീറ്റർ ഡാറ്റ കോൺസെൻട്രേറ്റർ അല്ലെ കളക്ടർ എന്ന് പറയുന്നത്. ഹെഡ് എൻഡ് എന്ന് പറയുന്നത് AMI സൊല്യൂഷൻസ് മീറ്റർ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഹെഡ് എൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദി മീറ്റർ കോൺസെൻട്രേറ്റഡ് ഓവർ ദി IP കണക്ഷൻ പ്രൊവൈഡഡ് ബൈ സ്മാർട്ട് ഗ്രിഡ്.
അതായത് ഈ പറയുന്ന മീറ്റർ കോൺസെൻട്രേറ്ററുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. നൗ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ കൺസ്യൂമർ ആറ്റ് ദി ഗ്രിഡ്, ജനറേഷൻ ആൻഡ് സ്റ്റോറേജ് ഓപ്ഷൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് കൺസ്യൂമർ ലൊക്കേഷൻസ് ക്യാൻ ബി മോണിറ്റേർഡ് ആൻഡ് കൺട്രോൾഡ്. നൗ അലോസ് കൺസ്യൂമേഴ്സ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ മാർക്കറ്റ്സ്. അല്ല, ഇതുപോലെ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വി ആർ നോട്ട് ഹാവിങ് എനി റോൾസ്. അല്ല, ഇതിൽ നമുക്കിപ്പോൾ എന്താണോ നമ്മൾ ആ ബില്ല് കിട്ടുന്നത് അത് പേ ചെയ്യാന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു റോൾ എന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. എന്നാൽ അവിടെ നമുക്ക് ഒരു കുറച്ചുകൂടെ റോള് വി ആർ ഹാവിങ് സം പാർട്ടിസിപ്പേഷൻ. Now, smart meters enable rapid detection, diagnosis and resolution of pre-queue problems. Distributor operating model reduces vulnerability to terrorist attack. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഇഷ്യൂസിനൊക്കെ കുറേയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നൗ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സെൽഫ് ഹീലിംഗ് ബൈ ഹെൽപ്പിംഗ് ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റം ടു ഡിറ്റക്ട് ആൻഡ് ലൊക്കേറ്റ് ഫെയിലിയേഴ്സ് ഫാസ്റ്റർ നമുക്ക് പെട്ടെന്ന് ഫെയിലിയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ക്യാൻ ഓൾസോ പ്രൊവൈഡ് യൂബിക്യൂട്ടസ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. നൗ AMI ഡാറ്റ ഇംപ്രൂവ്സ് അസറ്റ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ്. പിന്നെ ഓപ്പറേഷൻസിന് മാനേജ്മെന്റ് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡാറ്റ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദാറ്റ്. ദിസ് AMI സ്ട്രക്ചർ ക്യാൻ ഇംപ്രൂവ് ദാറ്റ്. നൗ അതിൻ്റെ ഒരു ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് വരുന്നത്? DR ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്, DR എന്ന് പറയുന്നത്. ദെൻ ഹോം ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ്, ദെൻ സ്മാർട്ട് മീറ്റേഴ്സ്. ഇതേപോലെ തന്നെ കൊമേഴ്ഷ്യലാകുമ്പോൾ അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അത് നമ്മൾ പറയുന്നുണ്ട് HAN ആൻഡ് LAN എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണിത്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് AMI ഹെഡ് ആൻഡ് MDMS നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഓവർവ്യൂ ഓഫ് ദിസ് AMI. ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് മോർ ചോയ്സസ് അബൌട്ട് പ്രൈസ് ആൻഡ് സർവീസ്, ലെസ് ഇൻട്രൂഷൻ ആൻഡ് മോർ ഇൻഫർമേഷൻ വിത്ത് വിച്ച് ടു മാനേജ് കൺസംഷൻ, കോസ്റ്റ് ആൻഡ് അതർ ഡിസിഷൻസ്. അല്ലെ, കൂടുതൽ ചോയ്സസ് ആണ് നമുക്ക് പ്രൈസ് സർവീസിലൊക്കെ കൂടുതൽ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചോയ്സസ്. ഇപ്പോഴത്തെ പോലെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല. വി ആർ ഹാവിങ് മോർ ചോയ്സസ്. ആൻഡ് യൂട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവോയ്ഡ് എസ്റ്റിമേറ്റഡ് റീഡിങ്സ്, പ്രൊവൈഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ബിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് റിലയബിളി. നൗ ബെറ്റർ കൺസ്യൂമർ സർവീസ്. സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻ എനർജി ഡെലിവറി ആൻഡ് യൂസ് പ്രൊഡ്യൂസിങ് എ ഫേവറബിൾ എൻവിറോൺമെന്റൽ ഇമ്പാക്ട്. Now facilitation of demand response and innovative energy tariffs. Modern AMI meters maintain their accuracy over time, resulting in a more equitable situation for all the consumers. Now challenges എന്ന് പറയുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ്, സ്റ്റാൻഡേർഡൈസേഷൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് എന്താണ് ഒരു പ്രത്യേകിച്ചുള്ള ഒരു റെഫറൻസ് ഇപ്പോൾ ഇല്ല എന്നുള്ള, നമ്മൾ പുതിയതായിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങളാണത്. ഇൻ്റഗ്രേഷൻ വേരിയസ് ടെക്നോളജീസിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള IT റിലേറ്റഡ് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈസ് നീഡഡ്. അല്ലേ, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയണം എന്നുള്ളതാണ്. നമുക്ക് റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം ഇനി നമുക്ക് LAN അതേപോലെ WAN പോലെയുള്ള ചില കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.